സിറിയയിലെ ഡമാസ്കസിലുള്ള മാർ ഏലിയാസ് പള്ളി. പതിവ് പോലെ ഒരു ഞായറാഴ്ച പ്രഭാതം, പ്രാർത്ഥനാനിരതരായ വിശ്വാസികൾ. പെട്ടെന്ന് അപരിചിതനായ ഒരാൾ അവരുടെ മധ്യത്തിലേക്ക് കയറി വന്നു. നിമിഷങ്ങൾക്കകം ആ പള്ളി ഭീകര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. 25 ക്രിസ്ത്യാനികൾ തൽക്ഷണം മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലായിരുന്ന സിറിയയിൽ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഭീതിയുടെ ആഴങ്ങളിലേക്ക് അവർ വീണിരിക്കുന്നു. ഓർക്കുക, ഇസ്ലാമിനേക്കാൾ പഴക്കമുള്ള, യൂറോപ്പിലെ ഏറ്റവും പഴയ ക്രിസ്തീയ ദേവാലയത്തെക്കാൾ പുരാതനമായ ഒരു കഥ, ക്രിസ്തു മതത്തിൻ്റെ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ പിറവിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കഥ. ഇപ്പോൾ വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ജനതയുടെ കഥ, സിറിയയിലെ ക്രിസ്ത്യാനികളുടെ കഥയാണിത്. നമുക്ക് അന്വേഷിക്കാം, സിറിയയിലെ ക്രിസ്തു വിശ്വാസത്തിൻ്റെ വേരുകൾ എവിടെ നിന്നാണ്? സിറിയയിലെ ക്രൈസ്തവരുടെ അവസ്ഥ ഇപ്പോൾ അതൊരു മഹാദുരന്തമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ദുരന്തമാകുന്നത്? കാരണമുണ്ട്. ക്രിസ്ത്യാനികൾ പാർക്കുന്ന ലോകത്തിലെ മറ്റേതൊരു രാജ്യവും പോലെയല്ല സിറിയ. ക്രിസ്ത്യാനിറ്റിക്ക് വെറുമൊരു രാജ്യമായി സിറിയയെ കാണാനാവില്ല. ഇത് ക്രിസ്തുവിശ്വാസത്തിൻ്റെ ഈറ്റില്ലമാണ്, ക്രിസ്തുവിശ്വാസത്തിൻ്റെ ജന്മസ്ഥലങ്ങളിലൊന്നാണ്. 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷമെത്തിയ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സിറിയ. ദമാസ്കസിൻ്റെ പടിവാതിക്കലാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞത്. അന്ത്യോക്യ നഗരം, അവിടെ വെച്ചാണ് വിശ്വാസികൾക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചത്. ആ അന്ത്യോക്യ ഇപ്പോൾ ആധുനിക തുർക്കിയിലാണെങ്കിലും പുരാതന സിറിയയുടെ ഭാഗമായിരുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ എഫ്രൈം തുടങ്ങിയ നിരവധി ആദ്യകാല സഭാപിതാക്കന്മാർ ജനിച്ച് ജീവിച്ച മണ്ണാണത്. അവിടെയാണ് ക്രൈസ്തവ ദൈവശാസ്ത്രം രൂപപ്പെട്ടത്. 4-ാം നൂറ്റാണ്ടോടെ സിറിയയിലെ ക്രിസ്ത്യാനികൾ ഗംഭീരമായ പള്ളികളും മൊണാസ്ട്രികളും നിർമ്മിച്ചു. അവയിൽ പലതും കാലപ്പഴക്കത്താലും യുദ്ധത്താലും കേടുപാടുകൾ സംഭവിച്ച് ഇപ്പോഴും ചരിത്ര സ്മാരകങ്ങളായി അവിടെ അവശേഷിക്കുന്നുണ്ട്. സിറിയയിലെ മലൂല എന്ന ഗ്രാമത്തിൽ ഗ്രാമീണർ ഇപ്പോഴും പടിഞ്ഞാറൻ അരാമിക് ഭാഷയാണ് സംസാരിക്കുന്നത്. യേശു സംസാരിച്ച യേശുവിൻ്റെ സ്വന്തം ഭാഷ, അതായത് നമ്മുടെ രക്ഷകൻ്റെ ഭാഷയുമായി ഒരു ജീവൽ ബന്ധം നിലനിർത്തുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് മലൂല. ഇപ്പോൾ സിറിയയിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട്? 2011, അതായത് ഏകദേശം 15 വർഷം മുമ്പ് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമ്പോൾ സിറിയയിലെ ജനസംഖ്യയിൽ ഏകദേശം 10% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അതായത് 15 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ. ഇന്നത് 2-3 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. അതായത് ഇന്നുള്ള ആകെ ജനസംഖ്യയിൽ 1.5% താഴെ മാത്രമാണ് അവശേഷിക്കുന്ന ക്രൈസ്തവർ. ഇനി ഏതൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നോക്കുമ്പോൾ അവരുടെ വൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ചിത്രം ലഭിക്കും. യുദ്ധത്തിന് മുമ്പ് സിറിയയിൽ ക്രിസ്ത്യാനികളിൽ ഏകദേശം 45% ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരുന്നു. അതുകൂടാതെ സിറിയക്ക് ഓർത്തഡോക്സുകാർ ഏകദേശം 22%, അർമേനിയൻ അപ്പോസ്തോലിക് സഭക്കാർ ഏകദേശം 15%, പിന്നീട് മറ്റ് പല വിഭാഗങ്ങൾ കൂടെ ചേർന്ന് 15% ക്രൈസ്തവർ. പ്രൊട്ടസ്റ്റന്റുകാരും ഇവാഞ്ചലിക്കൽക്കാരും വളരെ കുറവായിരുന്നു, 3%. ഈ ഓരോ സമൂഹത്തിനും അതിൻ്റേതായ പാട്രിയാർക്കുകൾ, പാരമ്പര്യങ്ങൾ, പുരാതന ആരാധനക്രമങ്ങൾ, കൂടാതെ പ്രത്യേകമായ ഭാഷകൾ പോലും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, സിറിയക്ക് അർമേനിയൻ, അറബിക്ക്, അരാമിക് എന്നിങ്ങനെയുള്ള ഭാഷകൾ അവർ ഉപയോഗിച്ചിരുന്നു. അവർ ആരും പുതുതായി മതം മാറിയവരായിരുന്നില്ല. 20 നൂറ്റാണ്ടുകളായി തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന പുരാതന സമൂഹങ്ങളുടെ പിന്തുടർച്ചക്കാരായിരുന്നു അവർ. ഇന്ന് നമ്മൾ കാണുന്ന സിറിയ തകർന്നടിഞ്ഞ ഒരു രാജ്യമാണ്. മുൻ ഐസിസ്കാരനായ ജുലാനി അഹമ്മദ് ഹുസൈൻ അൽ-ഷറ, അമേരിക്ക $100 ലക്ഷം തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു ഭീകരൻ, അയാളാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നത്. അയാളുടെ കൂടെ ഏകദേശം 65% രാജ്യവിസ്തൃതിയുടെ ഭാഗങ്ങളെല്ലാം അയാളുടെ കീഴിലാണ്. എന്നാൽ അയാളെ എതിർക്കുന്ന, രാജ്യം വിട്ട് റഷ്യയിലേക്ക് ഓടിപ്പോയ പ്രസിഡന്റിൻ്റെ പിന്തുണക്കാർ ഇപ്പോഴും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. തുർക്കിയുടെ പിന്തുണയുള്ള വിമതർ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചില പ്രദേശങ്ങൾ കൈവശമാക്കി വച്ചിരിക്കുന്നു. കുർദിഷ് നേതൃത്വത്തിലുള്ള സേനയായ സിറിയൻ ഡെമോക്രാറ്റിക്
ഫോഴ്സ് അവിടെയുണ്ട്. വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഭൂരിഭാഗം അവരാണ് നിയന്ത്രിക്കുന്നത്. ഐസിസ് 2019 പ്രാദേശിക യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും മരുഭൂമിയിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പോഴും ഐസിസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ ചിതറിത്തെറിച്ചിരിക്കുന്ന ഭൂപ്രകൃതി ഒരു മൈൻ ഫീൽഡാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് പോലും ജീവൻ പണയം വെക്കുന്നതിന് തുല്യമാണ്. വിമതർ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാരെ തട്ടിക്കൊണ്ടുപോകുക, മോചനദ്രവ്യം ആവശ്യപ്പെടുക, വിശ്വാസികളെ വധിക്കുക, ഇതൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണവും സാമ്പത്തിക തകർച്ചയും അവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. ഇനി യുദ്ധകാലത്ത് ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുന്നത് അതിനേക്കാൾ വിചിത്രമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഐസിസ് ശക്തി പ്രാപിക്കുകയും അസദ് ഗവൺമെന്റിനെതിരെ കലാപങ്ങൾ രൂക്ഷമാകുകയും ചെയ്ത 2011 മുതൽ ക്രിസ്ത്യാനികൾ നിഷ്പക്ഷത പാലിക്കുവാൻ ശ്രമിച്ചു. സംഘർഷത്തിലേക്ക് എത്തിപ്പെടേണ്ട എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു നിഷ്പക്ഷതയ്ക്ക് ശ്രമിച്ചത്. പക്ഷേ അത് അസാധ്യമായിരുന്നു. ഐസിസ് ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം കടന്നു കയറുകയും പള്ളികൾ കത്തിക്കുകയും വിശ്വാസികളുടെ തലവെട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നടുങ്ങിപ്പോയ ക്രിസ്ത്യാനികൾ അവിടുന്ന് പലായനം ചെയ്യുവാൻ, ഓടി രക്ഷപ്പെടുവാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കലാപങ്ങൾ ആരംഭിക്കുമ്പോൾ ഹോംസ് നഗരത്തിൽ 1,60,000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇന്നവിടെ വെറും 20,000-ൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത്. അലേപ്പോയിൽ 1.5 ലക്ഷം പേരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 30,000 ക്രൈസ്തവർ മാത്രമാണുള്ളത്. അതിനേക്കാൾ ഒക്കെ ദയനീയമാണ് മലൂലയിലെ അവസ്ഥ. അരാമിക് ഭാഷ സംസാരിക്കുന്ന 5,000 പേരുണ്ടായിരുന്ന ആ പ്രദേശത്ത് ഇന്ന് അവരുടെ സംഖ്യ വെറും 200-ൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു. ഹൃദയഭേദകമാണ് അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും. കത്തോലിക്ക പുരോഹിതനായിരുന്ന ഫാദർ ജ്വാക്വസ് മൗറാദിനെ ഖരിയാത്തേനിൽ നിന്ന് ഐസിസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. 84 ദിവസമാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത്. ഒടുവിൽ രക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞു, അവർ എന്നെ കൊന്നുകളയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സെൻ്റ് ഏലിയൻ മൊണാസ്ട്രി പോലുള്ള പള്ളികൾ തകർത്ത് തരിപ്പണമാക്കി. പുരാതന ഐക്കണുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്തു. ക്രിസ്ത്യൻ സെമിത്തേരികൾ അശുദ്ധമാക്കപ്പെട്ടു. ഈ ആക്രമണങ്ങൾ ആളുകൾക്കെതിരെ മാത്രമായിരുന്നില്ല, പുരാതനമായ ഒരു ഓർമ്മയ്ക്കെതിരെയും സംസ്കാരത്തിനെതിരെയും വിശ്വാസത്തിനെതിരെയുമുള്ള പോരാട്ടമായിരുന്നു, അതിക്രമമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സിറിയയുടെ സാമൂഹ്യ രംഗത്ത് ക്രൈസ്തവർ വഹിച്ച പങ്ക് അതുല്യമാണ്. നൂറ്റാണ്ടുകളായി സിറിയയിലെ മധ്യവർഗത്തിൻ്റെ താക്കോൽ തന്നെ ക്രിസ്ത്യാനികളായിരുന്നു. അധ്യാപകർ, ഡോക്ടർമാർ, അഭിഭാഷകർ, വ്യാപാരികൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും ക്രിസ്ത്യാനികളുടെ സ്വാധീനമുണ്ടായിരുന്നു. മൈക്കൽ അഫ്ലക്ക് എന്ന മനുഷ്യനാണ് ബാത്ത് പാർട്ടി, സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്ന് സ്ഥാപിച്ചത് തന്നെ. ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം, സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം സിറിയക്കാർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മതവ്യത്യാസങ്ങൾ നോക്കാതെ ചെയ്തു കൊടുത്തവരാണ് ക്രൈസ്തവർ. പക്ഷേ ക്രിസ്ത്യാനികളെ അവർ ലക്ഷ്യമാക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ക്രിസ്ത്യാനികൾ ആട്ടിയോടിക്കപ്പെട്ടു. ക്രിസ്ത്യൻ സ്കൂളുകൾ അടച്ചുപൂട്ടി, ബിസിനസ്സുകളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അതിമനോഹരമായ നഗരമായ ഡമാസ്കസിൽ ഉപരിപഠനം നടത്തുന്നത് ഒരിക്കൽ സ്വപ്നമായി കരുതിയിരുന്ന യുവ ക്രിസ്ത്യാനികൾ ഇപ്പോൾ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഓടിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തരം ദുരിതപൂർണമായൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ സിറിയയിൽ ക്രമാതീതമായി ചുരുങ്ങി. ഇപ്പോഴവിടെ അവശേഷിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും പ്രായമായവരാണ്. 2011 മുതൽ അഭയാർത്ഥികളായി പലായനം ചെയ്തതെല്ലാം കുട്ടികളടങ്ങുന്ന കുടുംബങ്ങൾ, അധ്വാനിക്കുവാൻ, ജോലി ചെയ്യുവാൻ കഴിവുള്ള ചെറുപ്പക്കാരൊക്കെയാണ്. അതുകൊണ്ടിപ്പോൾ അവിടെ പല പട്ടണങ്ങളിലും ക്രൈസ്തവരെ എണ്ണി നോക്കിയാൽ 90% 55 വയസ്സിന് മുകളിലുള്ളവർ മാത്രമാണ്. UN ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് കണക്കാക്കിയിരിക്കുന്നത് 7 ലക്ഷത്തിലധികം സിറിയൻ അഭയാർത്ഥികൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുണ്ട്. അവരിൽ കൂടുതലും ലെബനനിലാണ്. സ്വീഡൻ, ജർമ്മനി, കാനഡ എന്നിവിടങ്ങളിലെല്ലാം അവർ അഭയാർത്ഥികളായി പാർക്കേണ്ടി വരുന്നു. സിറിയയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകർച്ചയിലാണ്. സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങളിൽ ശരാശരി ശമ്പളം വെറും $25 താഴെയാണ്. എന്നാൽ ഭക്ഷണ ചെലവ് മാത്രം ഒരാൾക്കൊരു മാസം $150 കൂടുതൽ ചിലവാകും.
പല പ്രമുഖ നഗരങ്ങളിലും 20 മണിക്കൂർ വരെ വൈദ്യുതി ഇല്ല എന്നുള്ളതും ഏറ്റവും ദയനീയമായ രാജ്യത്തിൻ്റെ അവസ്ഥ വിളിച്ചോതുന്നതാണ്. ഇനി അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായങ്ങളെക്കുറിച്ച് എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ്, ഓപ്പൺ ഡോസ് പോലുള്ള ഓർഗനൈസേഷനുകൾ സഭകൾക്ക്, വിശ്വാസികൾക്ക് അത്യാവശ്യമായ ഭക്ഷണവും വൈദ്യസഹായവും ഒക്കെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കലാപങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന NGOകളുടെ സഹായങ്ങൾ ഒരിക്കൽ പോലും ക്രൈസ്തവരെ തേടി വരാറില്ല. അവിടെ എത്തുന്ന അങ്ങനെയുള്ള സഹായങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. സിറിയയിലെ പുരാതന ക്രിസ്തീയ സമൂഹങ്ങളെ സംരക്ഷിക്കുവാൻ ആഗോള ക്രൈസ്തവ സമൂഹം അടിയന്തരമായി ഇടപെടേണ്ടത് ആവശ്യമാണ്. ഇതോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. സിറിയയിലെ സഭ രക്തസാക്ഷികളുടെ സഭയാണ്. സിറിയയിൽ സമാധാനത്തിനും ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിനും വേണ്ടി മാർപ്പാപ്പ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. എന്നിട്ടും അന്തർദേശീയ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മൂലം കാര്യമായ ഇടപെടലുകളൊന്നും സിറിയയിലെ ക്രൈസ്തവർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇനി എന്താണ് അവിടുത്തെ ക്രൈസ്തവരെ കാത്തിരിക്കുന്ന ഭാവി? കാത്തലിക് ബിഷപ്പ് അൻഡോയിൽ ഔഡോ 2024 നടത്തിയ ഒരു സർവേയിൽ സിറിയയിലെ 70% ക്രിസ്ത്യാനികളും അവസരം ലഭിച്ചാൽ രാജ്യം വിടുവാനായി കാത്തിരിക്കുകയാണെന്ന് കണ്ടെത്തി. സമാധാനവും സുരക്ഷയും ഇല്ലെങ്കിൽ 1-2 തലമുറ കഴിയുമ്പോൾ സിറിയയിൽ ഒരു ക്രിസ്ത്യാനി പോലും അവശേഷിക്കുകയില്ല എന്നാണ് അദ്ദേഹം വേദനയോടെ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഡൊമിനോ എഫക്റ്റ് ഉണ്ട്. അതായത് നിശ്ചലമായ വെള്ളത്തിലേക്ക് ഒരു ചെറിയ കല്ലെടുത്തിട്ടാൽ ഉണ്ടാകുന്ന ഓളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സിറിയയിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതെയാകുമ്പോൾ ഇറാഖ് മുതൽ ലെബനൻ വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സമൂഹങ്ങളെ മുഴുവൻ അത് ദുർബലപ്പെടുത്തുന്ന രീതിയിലായി മാറുമെന്നാണ് പലരും പ്രവചിക്കുന്നത്. ക്രിസ്തുമതത്തെ ഈ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇത് ഊർജം പകരുന്നതും ശക്തി പകരുന്നതുമായ കാര്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദുരിതപൂർണമാണെങ്കിലും അതിനിടയിലും പ്രത്യാശയുടെ മെഴുകുതിരി വെട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അലേപ്പോയിൽ ആർച്ച് ബിഷപ്പ് ജീൻ ക്ലെമൻ്റ് ജിബാർട്ട് നശിപ്പിക്കപ്പെട്ട പള്ളികൾ വീണ്ടും പുതുക്കി പണിതു തുടങ്ങി. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭവനങ്ങൾ അവർ നിർമ്മിച്ചു കൊടുക്കുന്നു. മലിവുലയിലെ ക്രിസ്ത്യാനികളുടെ സംഭാവന ഓർത്തെടുക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന മൊണാസ്ട്രി കന്യാസ്ത്രീകൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു. ഈ ധീരരായ ക്രിസ്ത്യാനികൾ, സിറിയൻ ക്രിസ്ത്യാനികൾ തങ്ങളുടെ പുരാതനവും ഉറച്ചതുമായ വിശ്വാസത്താൽ ഏറ്റവും ഭീകരമായ യുദ്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ തങ്ങളുടെ പിറന്ന നാട്ടിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുകയില്ല. കേരളത്തിന് സിറിയയുമായി, സിറിയൻ സംസ്കാരവുമായി, സിറിയൻ ക്രൈസ്തവരുമായി ഇഴപിരിക്കാനാവാത്ത ബന്ധമുണ്ടെന്നും നമ്മൾ മറന്നു പോകരുത്. സിറിയയിലെ ക്രൈസ്തവരുടെ സമാധാനത്തിനു വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സിറിയയിലെ ക്രിസ്ത്യാനികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം, നമുക്കവർ പരിചിതരല്ല. എങ്കിലും അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് ഓർക്കുക. നമ്മുടെ വിശ്വാസത്തോളം തന്നെ പഴക്കമുള്ള ഒരു സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ കാവൽക്കാരാണ് അവർ. അവരെ മറക്കുവാൻ പാടില്ല. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു.
ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.